ഫോക്സ് ട്രേഡിംഗ് പഠിച്ചാലോ, അതും 90 സെക്കൻഡ്സിനുള്ളിൽ. ലെറ്റ്സ് ഡു ഇറ്റ്. പാർട്ട് 3, ലോട്ട് സൈസ്. എന്താണ് ലോട്ട് സൈസ്? ലോട്ട് സൈസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആണ്. നമുക്ക് എല്ലാ ട്രേഡേഴ്സും ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ യൂണിറ്റ് തന്നെയാണ് മേടിക്കാൻ പറ്റുക. ഇപ്പം നമുക്ക് വിചാരിക്കുന്നത് 0.01 അതിൽ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും മാർജിൻ വേണ്ടി വരില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 അതാണ് ഏറ്റവും ലീസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ലോട്ട്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കൂ, ഓക്കെ എനിക്ക് ഇത്രയും റിസ്ക് എടുക്കാൻ പറ്റും, എൻ്റെ സ്റ്റോപ്പ് ലോസ് വലുതാണ്, അപ്പോൾ നമ്മൾ ലോട്ട് സൈസ് കൂട്ടാം നമുക്ക്. അപ്പോൾ ലോട്ട് സൈസ് കൂട്ടുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിസ്ക്കും കൂടും, അതുപോലെ പ്രോഫിറ്റും കൂടും. അതാണ് പറയണത് ഇറ്റ്സ് ലൈക്ക് ഡബിൾ എഡ്ജ് സ്വേർഡ് എന്നാണ് പറയുക. എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും മൂർച്ചുണ്ട്. പ്രോഫിറ്റ് ഉണ്ടാവുമ്പോഴും നല്ലതായിരിക്കും, ലോസ് നമ്മൾ റൂൾസ് ഒന്നും ഇല്ലാണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ലോസും ഉണ്ടാവും, അക്കൗണ്ട് ബ്ലോ ആയി എന്നൊക്കെ വരും. അപ്പൊ എപ്പോഴും ലിവറേജ് മെയിൻറ്റെയിൻ ചെയ്യാം. ലിവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞില്ല. ലിവറേജ് വെച്ച് കഴിഞ്ഞാൽ ബോറോഡ് ഫണ്ട്സ് ആണ്. നമ്മൾ ബ്രോക്കർ ബോറോ ചെയ്യുന്ന ഫണ്ടാണ്. അപ്പൊ ലിവറേജ് നമ്മളൊരു ബ്രോക്കർ നമ്മുടെ ഏകദേശം എനിക്കിപ്പോ കിട്ടുന്നത് ഏകദേശം അൺലിമിറ്റഡ് ലിവറേജ് ആണ്. എനിക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം ട്രേഡ്, ചെറിയൊരു എമൗണ്ട് മതി. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ കുറവാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ലിവറേജ് അതിനനുസരിച്ച് കൂട്ടാം. പക്ഷെ നിങ്ങളുടെ ആവശ്യത്തിന്റെ ഒരു ക്യാപിറ്റൽ ഉണ്ട്, നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ അത്ര ആവശ്യമില്ല, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഭ്രാന്താവുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലിവറേജ് പോയിട്ട് ലിമിറ്റ് ചെയ്യുക. ഇപ്പൊ ഞാൻ എക്സിനസ് ആണ് യൂസ് ചെയ്യണത്, എനിക്ക് അൺലിമിറ്റഡ് ലിവറേജ് ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എക്സിനസ് തന്നെ യൂസ് ചെയ്യാം, പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടാം. അങ്ങനെ നിങ്ങൾക്ക് മേടിക്കൊന്നും വേണ്ട, ഫ്രീ ആണ്, അക്കൗണ്ട് തുടങ്ങാം. സോ അത്ര ഉള്ളൂ. ലോട്ട് സൈസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്വാണ്ടിറ്റി മേടിക്കണത് അത്ര ഉള്ളൂ. അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട രീതിയാണ് വ്യത്യാസം വരുന്നത്. അത് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഇടുമ്പോഴും ടേക്ക് പ്രോഫിറ്റ് നമുക്ക് എത്ര വേണം, എത്ര നമുക്ക് റിസ്ക് ചെയ്യാൻ പറ്റും, എത്ര നമുക്ക് പൊസിഷൻ സൈസ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയാണ് ഈ ലോട്ട് സൈസിന്റെ സംഭവം. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളെ അക്കൗണ്ടിന്റെ ഒരു 1% ഒക്കെയാണ് ആൾക്കാർ പറയുക റിസ്ക് ചെയ്യാൻ. ഇപ്പൊ $10 അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് വളരെ ചെറുതാണ്. അപ്പൊ $100 അക്കൗണ്ട് ആണെങ്കിൽ അതിന് 1% വെച്ച് കഴിഞ്ഞാൽ $1 ആണ്. $1 റിസ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻട്രി എടുക്കാനാണെങ്കിൽ അതിന് പിപ്പ് അതിനനുസരിച്ചിട്ടാവണം, അതിനനുസരിച്ച് ലോട്ട് ആവണം. അങ്ങനെയാണ് നമ്മൾ സംഭവം. അതാണ് ലോട്ട് സൈസിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. പീസ് ഔട്ട്.